ഓം ശാന്തി. ഞാൻ ഈ പരിധിയില്ലാത്ത സൃഷ്ടിയിലെ ഹീറോ പാർട്ടുധാരിയാണ്. സ്വസ്വരൂപത്തിൽ സ്ഥിതമായി ഞാൻ മസ്തകത്തിൽ പ്രകാശിക്കുന്ന ആത്മജ്യോതിയെ കാണുകയാണ്. ഞാൻ ഒരു ദിവ്യ ജ്യോതി ചൈതന്യ ആത്മാവാണ്. ഞാൻ ആത്മാ അവിനാശിയാണ്. ഈ ശരീരം വിനാശിയാണ്. ഈ സൃഷ്ടിരൂപി ഡ്രാമയിൽ ഞാൻ ആത്മാ ഒരു ആക്ടറാണ്. ഈ ശരീരം എൻ്റെ ഡ്രസ്സാണ്. ഞാൻ ഹീറോ പാർട്ടുധാരി ആത്മാവാണ്. ഈ പരിധിയില്ലാത്ത ഡ്രാമയിലെ ഹീറോ ആക്ടറാണ്. ഞാൻ അക്യുറേറ്റ് ആണ്. ഞാൻ സ്വച്ഛമാണ്. ആത്മീയ ബലത്തിൽ ഞാൻ സമ്പന്നമാണ്. ഞാൻ ശ്രേഷ്ഠ ജ്ഞാനസ്വരൂപമാണ്. സർവർക്കും സദാ നൽകുന്ന മാസ്റ്റർ ദാതാവാണ്. സങ്കല്പം വാണി കർമ്മത്തിലൂടെ ഞാൻ സദാ ആക്റ്റീവ് ആകുന്നു. സങ്കല്പങ്ങളിലൂടെ സർവർക്കും ശക്തികളുടെ ദാനം ചെയ്യുന്നു. വാണിയിലൂടെ സദാ ജ്ഞാനദാനം ചെയ്യുന്നു. ശ്രേഷ്ഠ കർമ്മങ്ങളിലൂടെ ഗുണങ്ങളുടെ ദാനം ചെയ്യുന്നു. മനസ്സും വചനവും കർമ്മവും ശ്രീമതമനുസരിച്ച് അക്യുറേറ്റ് ആകുന്നു. ഈശ്വരീയ മര്യാദകൾ ഫോളോ ചെയ്യുന്നതിൽ അക്യുറേറ്റ് ആണ്. ബാബയുടെ ഓരോ ശ്രീമതവും ഓരോ ഡയറക്ഷൻസും ഞാൻ അക്യുറേറ്റായി ഫോളോ ചെയ്യുന്നു. വെറൈറ്റി ആത്മാക്കളാണ്. വെറൈറ്റി ഡ്രാമയാണ്. അപ്പോൾ പാർട്ടും ഒരുപോലെ ആകുന്നില്ല. ചിലവരുടേത് തമോ ഗുണി പാർട്ടാണെങ്കിലും അവരുടെ പ്രതിയും ശുഭഭാവന വയ്ക്കുന്നു. ഇപ്പോൾ മുന്നിൽ തമോ ഗുണി ആത്മാക്കളാണെങ്കിൽ ഈശ്വരീയ ജ്ഞാനത്തെ സമ്മതിക്കുന്നവരല്ലെങ്കിൽ അവരുടെ പാർട്ട് സാക്ഷിയായി കാണുന്നു. അവരുടെ പ്രതിയും ശുഭഭാവന വയ്ക്കുന്നു. ശക്തിയുടെയും ശാന്തിയുടെയും വൈബ്രേഷൻസ് നൽകുന്നു. മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ബാബയുടെ ശ്രേഷ്ഠ സംഘത്തിലിരിക്കുന്നു. എൻ്റെ ഓരോ ചലനത്തിലും ആത്മീയ ആകർഷണമുണ്ട്. ഇപ്പോൾ ഞാൻ ദൂരെയാണെങ്കിലും ആത്മീയ ആകർഷണത്തിലൂടെ എന്നിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്നു. ദൂരത്തിലുള്ളവർക്ക് ഈശ്വരീയ സന്ദേശം നൽകുന്നു. ബാബയിൽ നിന്നും ശക്തിയെടുത്ത് ആത്മാവിൻ്റെ അടുത്ത് പ്രവാഹിതമാക്കുന്നു. ആത്മാക്കൾക്ക് ഏതോ ആത്മീയ ശക്തി എന്നെ ആകർഷിക്കുന്നു എന്ന അനുഭവമുണ്ടാകുന്നു. ഈ പരിധിയില്ലാത്ത ഡ്രാമയിൽ എൻ്റേത് ഹീറോയിൻ്റെ പാർട്ടാണ്. ബാബയുടെ പാർട്ട് കേവലം പതിതരെ പാവനമാക്കുന്നതാണ്.
ഞാൻ കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യുന്നു. ഞാൻ അവിനാശി ആത്മാവാണ്. അനേക ജന്മങ്ങളുടെ അന്തിമത്തിലെ സാധാരണ ശരീരത്തിൽ ബാബ പ്രവേശിക്കുന്നു. ബാബ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. ഈ കൽപ്പവൃക്ഷത്തെ തലകീഴായ വൃക്ഷമെന്ന് പറയുന്നു. സ്വസ്തികയിൽ 4 ഭാഗവും ഒരുപോലെയാകുന്നു. ആത്മാവ് സ്വയത്തെ തന്നെ മറന്ന് ദേഹാഭിമാനിയായി മാറിയിരിക്കുകയാണ്. ഞാൻ ആത്മാവ് എത്ര ശരീരമെടുക്കുന്നു എന്നറിയില്ല. ഭാരതം തമോപ്രധാനമാകുമ്പോൾ മുഴുവൻ വൃക്ഷവും തമോപ്രധാനമാകുന്നു. വൃക്ഷത്തിൽ പുതിയ പുതിയ ശോഭനീയമായ ഇലകൾ വരുന്നു. ബാബ വരുന്നത് തന്നെ ജീവൻ മുക്തി നൽകാനാണ്. ബാബ എന്നെ സ്വർഗവാസിയാക്കി മാറ്റുന്നു. കൽപ്പം മുമ്പത്തെ പോലെ ബാബ വന്ന് രാജയോഗം പഠിപ്പിക്കുന്നു. ഇത് രാജസ്വ അശ്വമേധ അവിനാശി ജ്ഞാനയജ്ഞമാണ്. ഈ രഥത്തെ സ്വാഹ ചെയ്യുന്നു. സ്വരാജ്യത്തിനു വേണ്ടി ശരീരം സ്വാഹ ആകണം. ആത്മാവ് കർമ്മക്കണക്കുകൾ തീർത്ത് തിരിച്ചു പോകും. പിന്നീട് പുതിയ ലോകത്തിൽ പാർട്ടഭിനയിക്കും. ബാബ പറഞ്ഞു തരികയാണ്, കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ ചിന്തനമൊരിക്കലും ചെയ്യരുത്. ഏത് കാര്യമാണോ കഴിഞ്ഞത് അത് പുതിയതല്ല എന്ന് മനസ്സിലാക്കണം. ഈ അന്തിമ ജന്മത്തിൽ പാവനമാകാനുള്ള പരിശ്രമം ചെയ്യണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. തൻ്റെ ശ്രേഷ്ഠ വൃത്തിയിലൂടെ ഗൃഹസ്ഥത്തിലിരിക്കെ ഉന്നതിക്കായുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുന്ന സദാ സമർത്ഥവാനാകുന്നു. മനോവൃത്തിയെ സദാ ഒരു ബാബയ്ക്കൊപ്പം വെക്കണം. ഒരേ ഒരു ബാബ, രണ്ടാമതാരുമില്ല എന്ന ഉയർന്ന മനോഭാവത്തിലിരിക്കണം. ഗൃഹസ്ഥ മാർഗവും ഉന്നതിക്കുള്ള മാർഗമായി മാറുന്നു. മനോവൃത്തി ഉയർന്നതും ശ്രേഷ്ഠവുമാണെങ്കിൽ ചഞ്ചലമാകാൻ കഴിയില്ല. ശ്രേഷ്ഠവൃത്തിയിലൂടെ ഗതി സദ്ഗതി സഹജമായി നേടാനാകും. പവിത്രത സ്വപ്നത്തിൽ പോലും ഇളകുന്നതാണെങ്കിൽ മനസ്സിലാക്കാം നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷൻ ഉറപ്പില്ല എന്ന്. ഓം ശാന്തി.